ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നോമ്പ് തുറക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അതുപോലെ തന്നെ മക്കളിൽ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പിന്നെ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയലെന്ന് അറിയില്ല. നമ്മളെ നാട്ടിൽ ചക്കരക്കിഴങ്ങ് എന്നാണ് പറയൽ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയലെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കാൻ വേണ്ടി ഞാൻ ഇതാ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 വിസിൽ മതിയാവും. അതിനുള്ളിൽ തന്നെ ഇത് അത്യാവശ്യം വെന്ത് കിട്ടും. ചക്കരക്കിഴങ്ങ് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞു കൊടുക്കണം. ഇത് ചൂടോടെ തന്നെ കളയാൻ ശ്രമിക്കണം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടച്ചങ്ങനെ കിട്ടൂല. അപ്പം ഇപ്പം തന്നെ ചൂടോടെ തന്നെ അത് തൊലി ഒന്ന് കളഞ്ഞു ഉടച്ച് കൊടുക്കണം. ഇതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ നിങ്ങൾ പലതരത്തിലും വട കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് വട കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ചക്കരക്കിഴങ്ങ് കൊണ്ട് വട. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആക്കാനും എളുപ്പമാണ്. മധുരക്കിഴങ്ങ് കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ അവർ ഈ മധുരക്കിഴങ്ങ് കൊണ്ട് ഇതാക്കിയെന്ന് അവർ അറിയുകയേ ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതാ ഞാൻ ഒരു അരക്കഷ്ണം സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കെല്ലാം ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായി കയ്യോടെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. എല്ലാം റെഡിയായിട്ട് വരുമ്പോഴേക്ക് തന്നെ അതിന് മുന്നേ തന്നെ എണ്ണ സ്റ്റൗവിൽ ചൂടാക്കാൻ വെക്കണം. ഇതാക്കിയിട്ട് നമുക്ക് കുറേ സമയം വെക്കാൻ പറ്റില്ല. അപ്പം അതിന് മുന്നേ തന്നെ എണ്ണ ചൂടാക്കാൻ വെക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പി ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് നന്ന ലൂസായി കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കടലപ്പൊടി 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടലപ്പൊടി ഇല്ലെങ്കിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നില്ല. ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റിയാണ്. കടലപ്പൊടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കുഴച്ച് വെച്ചിട്ട് കുറേ സമയത്ത് പുറത്ത് വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇത് ലൂസാവും. അപ്പോൾ തന്നെ ഇതാക്കി വെച്ച പാടന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് അതാ പറഞ്ഞത് നേരത്തെ എണ്ണ ചൂടാക്കാൻ വെക്കണം എന്നുള്ളത്. അതിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുത്ത് ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഓരോരോ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ട് വട ഷേപ്പിലാക്കി കൊടുക്കാം. കൈയോടൊന്ന് പരത്തി കൊടുത്തിട്ട് നടുക്കൊന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. കൈക്ക് പറ്റുമെന്ന് വിചാരിച്ചിട്ട് കൈക്ക് വെള്ളമൊന്നും നനക്കാൻ പാടില്ല. കൈക്ക് വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ ഇതാക്കിയെടുക്കണം. അല്ലെങ്കിൽ ആകെ എന്തോ പോലെയാവും. അപ്പം വെള്ളം ഇല്ലാണ്ട് ശ്രദ്ധിക്കണം കൈക്ക്. മധുരക്കിഴങ്ങ് കൊണ്ട് ഇങ്ങനെ കഴിച്ചവർ ആരൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മധുരക്കിഴങ്ങ് കൊണ്ട് നമ്മൾ സാധാ സ്നാക്ക് വേറെയും ആക്കലുണ്ട്. അതുപോലെ തന്നെ ചക്കരക്കിഴങ്ങ് സാധാ പുഴുങ്ങിയിട്ടും തിന്നലുണ്ട്. ഞാനിത് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതാക്കിയത്. അപ്പോൾ ഇതാ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടായിന്. ഞാൻ ഇപ്പുറത്ത് ഇത് ആക്കുമ്പോഴേക്കും മക്കൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് എന്താ പറയുക പെട്ടെന്ന് ആദ്യം കരിഞ്ഞു പോയി.
ഇതാക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ തീ ആക്കി വെച്ചാൽ മതിയായിരുന്നു. അപ്പം ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചത്. അപ്പോൾ മക്കൾ കൂട്ടി വെച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം ഇട്ടത് പറ്റ കരിഞ്ഞു പോയി. പിന്നെ ഇട്ടതാണ് റെഡിയായിട്ട് വന്നത്. എന്നാലും ആദ്യം കരിഞ്ഞതിൻ്റെ ആ ഒരിത് വന്നിരുന്നു. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ വീഡിയോ എടുത്തതല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.